एवरीवन, मैं हूँ श्वेता। हेलो एवरीवन, मैं हूँ वर्षा और आप सबका स्वागत है हमारी चैनल में। तो अभी हम दृश्यम का अगला सीन देखते हैं। चलो लेट्स स्टार्ट इट। ജോർജുട്ടി, ശനിയാഴ്ച നമ്മളിവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ജോർജുട്ടി ഓഫീസിലും സുലൈമാനിക്കയുടെ ഹോട്ടലിലും വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ശനിയാഴ്ച നമ്മളിവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? റാണി, അരുതാത്ത ഒന്ന് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു. നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ: ശക്തമായി പ്രതിരോധിക്കുക, അല്ലെങ്കിൽ നിരുപാധികം കീഴടങ്ങുക. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ തെറ്റുകാരല്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് കീഴടങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോവില്ല. ജോർജ് കുട്ടിയാണെന്ന് വ്യക്തമായിട്ട് കണ്ടില്ല. എടോ, അന്ന് താനും കണ്ടെന്നല്ല താൻ എന്നോട് പറഞ്ഞത്. അല്ല, അത് പിന്നെ ജോർജ് കുട്ടിയല്ലേന്ന് സാറ് ചോദിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നിയിരുന്നേരാ. പക്ഷെ ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. താൻ കണ്ടോ? ജോർജ് കുട്ടി ചേട്ടനാണോ ഞാനും വ്യക്തമായി കണ്ടില്ല സാർ. ഈ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കൊരു സംശയം തോന്നി, അത്രേ ഉള്ളൂ. വണ്ടി ഇതായിരുന്നു ഉറപ്പുണ്ടോ? ഇതുപോലൊരു മഞ്ഞ കാറാണ് അവിടെ കണ്ടത്. പക്ഷെ ഈ കാറാണെന്ന് എനിക്ക് ഉറപ്പില്ല. തനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടോ? താൻ എന്ത് പറയുന്നു? നമ്പർ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. പക്ഷേ അന്ന് കണ്ടത് ഇതുപോലൊരു മഞ്ഞ മാരുതി സെൻ കാറാണെന്നുള്ള കാര്യം സാർ. ഈ വഴി കുറച്ചു ദൂരം പോകുമ്പോ ഒരു റിട്ടയർഡ് പ്രൊഫസർ താമസിക്കുന്നുണ്ട്. അയാളുടെ കാറും ഇതുപോലൊരു മഞ്ഞ മാരുതി സെൻ കാറാണ് സാർ. അത് ശരി. അപ്പൊ ചിലപ്പോ നമ്മൾ അയാളുടെ കാറായിരിക്കും കണ്ടത്. അത് ഞങ്ങള് തീരുമാനിച്ചോളാം. जबरदस्ती പുതിയ ഫാക്സ് വല്ലതും സാർ, ഐ ജി ഓഫീസിൽ നിന്ന്. കഴിഞ്ഞ മാസം ഐ ജിയുടെ മകൻ പങ്കെടുത്ത നേച്ചർ ക്ലബിന്റെ ക്യാമ്പിൽ ഇവിടുത്തെ സെന്റ് മൈക്കിൾസ് ഇംഗ്ലീഷ് മീഡിയത്തിലെ 2 കുട്ടികൾ പങ്കെടുത്തിരുന്നു. അവരുടെ പേരും അഡ്രസ്സും ഉണ്ട്. അതിലെ അഞ്ജു ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ജോർജ്. ഇപ്പൊ എന്തായി? ഇനി ഒന്നും ആലോചിക്കാനില്ല സാർ. ആ ജോർജ് കുട്ടിയെ പൊക്കിയെടുത്ത് ശരിക്കൊന്ന് പെരുമാറിയ അവൻ സത്യം പറയും. ഒരു കാരണവശാലും ഈ വിവരം പുറത്തു പോകാൻ പാടില്ല സാർ. ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ 11:30. ടീച്ചർ, Anju, you are wanted by the principal. നമ്മുടെ ഭയം മറക്കുക, എന്നിട്ട് സാധാരണ രീതിയിൽ പെരുമാറുക. നമ്മുടെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് പോലീസിന് അറിയില്ല. അവർ സാഹചര്യ തെളിവുകളും ചില നുണകളുമായിട്ടായിരിക്കും നമ്മളെ സമീപിക്കുക. ഭയപ്പെടാതെ നമ്മൾ പറയുക. ഒരു സാഹചര്യത്തിലും വരുണിനെ അറിയില്ല എന്ന് മോള് പറയരുത്. നമ്മുടെ നാട്ടിൽ വെച്ച് വരുണിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങളെ അവരെ വിളിക്കാവൂ. May I come in, madam? Yes, come in. അഞ്ജു, ഇത് എസ്.ഐ. സുരേഷ് ബാബു. ഇദ്ദേഹത്തിന് മോളോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. ജോർജ് കുട്ടിയുടെ മോളല്ലേ? അതെ. ഈ പയ്യനറിയോ? ഇത് വരുണല്ലേ? വരുണിനെ എങ്ങനെ അറിയാം? കഴിഞ്ഞ ഈ വരുണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയാമോ? ഒരു ഐജിയുടെ മകനാണെന്ന് അറിയാം. എന്ന് വരുണാണോ പറഞ്ഞത്? അല്ല, അവിടെ പിള്ളേരാരോ പറയണ കേട്ടത്. നിങ്ങൾ തമ്മിൽ വെറും പരിചയം മാത്രമേ ഉള്ളൂ അതോ? വെറും പരിചയം മാത്രമേ ഉള്ളൂ സർ. എല്ലാരെയും പരിചയപ്പെട്ട കൂട്ടത്തിൽ എന്നെയും പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ചെറിയ പരിചയം ഉള്ളെങ്കിൽ പിന്നെ നീ എങ്ങനെ ഇവനെ ഇപ്പോഴും ഓർത്തിരിക്കുന്നേ? വരുൺ ക്യാമ്പ് ഫേമസ് ആയിരുന്നു. അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഇഷ്യൂസ്? വരുൺ അവിടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഏതോ വലിയ വക്കീലിന്റെ മോളുടെ ഫോട്ടോ എടുത്തപ്പോ ആ കുട്ടി പ്രശ്നം ഉണ്ടാക്കി. ആ ക്യാമ്പിന് ശേഷം ഈ നാട്ടിൽ വെച്ച് കുട്ടി വരുണിനെ കണ്ടില്ലേ? ഇല്ല. എന്താ സർ പ്രശ്നം? കണ്ടെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ആര്? വരുണോ? ഈ കഴിഞ്ഞ 2-ാം തീയതി വരുൺ മോളുടെ വീട്ടിൽ വന്നിരുന്നു. എന്റെ വീട്ടിലോ? ഇല്ല. എന്നാണെന്നാ പറഞ്ഞ? ഈ കഴിഞ്ഞ 2-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച. ഇപ്പൊ മനസ്സിലായോ? അന്ന് ഞങ്ങളാരും വീട്ടിലില്ലായിരുന്നു. നിങ്ങൾ എവിടെ പോയിരുന്നു? തൊടുപുഴയിൽ പാറേപ്പള്ളിയിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, അതിന് പോയതാ. ആരൊക്കെ പോയി? അച്ഛനും അമ്മയും ഞാനും അനിയത്തിയും. എന്നിട്ട് എപ്പോ തിരിച്ചു വന്നു? പിറ്റേന്ന് വൈകിട്ട്. सब सही सही बोल रहा है, जैसा सिखाया ना वैसे ही बोल रही है. ഒരു ഹോട്ടലിൽ താമസിച്ച
കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സിനിമയൊക്കെ കണ്ടിട്ടാ മടങ്ങിയത്. എന്താ സർ പ്രശ്നം? ഈ വരുണെന്ന ചെറുപ്പക്കാരൻ മിസ്സിംഗ്. 2-ാം തീയതി ഇയാൾ നമ്മുടെ ടൗണിൽ വന്നതായിട്ട് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയെ പരിചയമുള്ളതുകൊണ്ട് അവിടെ എങ്ങാനും ചെന്നിരുന്നത് അറിയാനോ? ഇല്ല സർ. കുട്ടി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. अभी घर पे आ गए। स्ट्रेस रिलीफ. ജോർജ് കുട്ടിയുടെ ഭാര്യയല്ലേ? അതെ. എന്താ ജോർജ് കുട്ടി പതിവില്ലാതെ ഈ സമയത്ത് വീട്ടില്? നിങ്ങൾ സ്കൂളിൽ ചെന്നവരെ പ്രിൻസിപ്പൽ ഇവളെ വിളിച്ച് പറഞ്ഞു. ഇവള് പേടിച്ചാരണ്ട് എന്നെ വിളിച്ചു. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അതാ ഞാൻ ഓടി പിടിച്ച് വന്നത്. എന്താ സാർ? കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന്. അകത്തോട്ടിരിക്കാം. Okay. अच्छा अंदर बुला लिया। हाँ. ജോർജ് കുട്ടി ഈ ചെറുപ്പക്കാരൻ അറിയോ? ഇല്ല സാർ. നിങ്ങളോ? ഇല്ല സർ. ഈ കാറ് കണ്ടു? ഇല്ല. ജോർജ് കുട്ടി നമുക്ക് തുറന്ന് സംസാരിക്കാം, അതല്ലേ നല്ലത്? അതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് സാർ. ഈ ഫോട്ടോയിൽ കാണുന്ന വരുൺ പ്രഭാകർ എന്ന ചെറുപ്പക്കാരൻ ഗീതാ പ്രഭാകറുടെ ഏക മകനാണ്. കഴിഞ്ഞ 25 ദിവസമായിട്ട് ഇയാൾ മിസ്സിംഗ് ആണ്. 25 days हो गया अभी. ഇയാൾ നിങ്ങളുടെ മൂത്ത മകൾ അഞ്ജുവുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ ഞാൻ കാണിച്ച മാരുതി സെന്നിൽ നമ്മുടെ നാട്ടിൽ വന്നതായിട്ട് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ കാറ് കഴിഞ്ഞ ദിവസം മുല്ലശ്ശേരിയിലെ പാറമടയിലെ കുളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഞങ്ങളിവിടെ വരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മൂത്ത മകൾക്ക് വരുണിനെ അറിയാവുന്നതുകൊണ്ടും 2, നിങ്ങൾ ആ കാർ ഓടിച്ചു പോകുന്നത് സഹദേവൻ കണ്ടതുകൊണ്ടും. താൻ ഇരുട്ടിത്തറ തോമാച്ചന്റെ വീടിന് മുന്നിൽ നിന്ന് ഈ കാർ എടുത്തോണ്ട് പോയില്ലേ? അന്ന് ഞാൻ തോമാച്ചന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങൾ പോലീസുകാരെന്താ മനസ്സിലാക്കേണ്ടത്? ആ ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ വന്നിരുന്നു. അവന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ധ്യാനത്തിന് പോയി 3-ാം തീയതി വൈകിട്ടാ വന്നത്. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? അങ്ങനെ ചിരിച്ചെല്ലാം നോക്കണ്ട ജോർജ്. പയ്യൻ വന്ന ഡേറ്റിനെ കുറിച്ചോ നിങ്ങൾ കാർ എടുത്ത ഡേറ്റിനെ കുറിച്ചോ ഞങ്ങളിവിടെ സംസാരിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നിങ്ങളുടെ ഭാര്യ അത് ഇങ്ങോട്ട് പറഞ്ഞു. ജോർജ് കുട്ടിക്ക് എന്താ ഒരു പുച്ഛം? ഇതിലൊന്നും ഒരു അർത്ഥമില്ലെന്നാണോ ജോർജ് കുട്ടി പറയുന്നത്? എനിക്കൊരു പുച്ഛമില്ല സാർ. ഞങ്ങൾ എന്തിനാ പോലീസിനെ പുച്ഛിക്കുന്നത്? ഇവളിപ്പോഴും അമ്പരം നീക്കുക. ഇവിടെ സംഭവിച്ച എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ സാർ. പ്രിൻസിപ്പൽ ഇവളെ വിശദമായി ചോദ്യം ചെയ്ത കാര്യം പ്രിൻസിപ്പൽ ഇവളോട് പറഞ്ഞു. ഇപ്പോഴത്തെ സ്കൂളുകളുടെ ഒരു സ്വഭാവം അറിയാലോ. ഒരു വിദ്യാർത്ഥിനി പോലീസ് കേസുമായി ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ അവരുടെ സ്കൂളിന് ചീത്തപ്പേരാകും എന്ന് പേടിക്കുന്നവരാ. അതുകൊണ്ടാവാം പ്രിൻസിപ്പല് ഇവളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഇവളോട് ചോദിച്ചു. ഇവള് പേടിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞേ. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ സഹദേവൻ നിങ്ങളെ കണ്ടു എന്നതിന് ജോർജ് കുട്ടി മറുപടി പറഞ്ഞില്ല. ഞാൻ മറുപടി പറഞ്ഞിട്ട് എന്ത് കാര്യം സാർ? അതെന്താ? എന്നോട് സഹദേവനുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും സഹദേവൻ അംഗീകരിക്കില്ല. സഹദേവന്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല, എനിക്ക് സത്യം അറിയാനാണ് ചോദിച്ചത്. എങ്കിൽ പറയാം സാർ. സഹദേവൻ എന്നെ കണ്ടു എന്ന് പറയുന്നത് ഒന്നുകിൽ അയാൾ കളവ് പറയുന്നതായിരിക്കും, കാരണം ഓഗസ്റ്റ് വരെ ഞാനും എന്റെ കുടുംബം തൊടുപുഴയിലായിരുന്നു സാർ. ഇല്ല സാർ, എനിക്ക് ഉറപ്പാ ഞാൻ അന്ന് കണ്ടത് ഇയാളെ തന്നെയാണ്. 2-ാം തീയതി ഇവിടുന്ന് പോയത് മുതൽ 3-ാം തീയതി തിരികെ വന്നതായുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പറയാമോ? പറയാം സാർ. 2-ാം തീയതി രാവിലെ 5:30 മണിക്കുള്ള ബസ്സിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. अच्छा अभी टिकट सबको डिटेल्स सब देंगे. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മഴയുണ്ടായിരുന്നല്ലേ? സാർ, നല്ല മഴയായിരുന്നു. മഴ നനഞ്ഞ റാണിക്കും പിള്ളേർക്കും പനിയും ജലദോഷവും പിടിച്ചു. 3-4 ദിവസം പിള്ളേരെ ക്ലാസ്സും പോയി കിട്ടി. ഇങ്ങനെ എല്ലാ ബില്ലുകളും എടുത്ത് വെക്കുന്നതിൽ തന്നെ എന്തോ ദുരുദ്ദേശം ഇല്ല സാറേ. ബസ് ടിക്കറ്റ് വരെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു കുടുംബമാണ്. എല്ലാ മാസം അവസാനം ഈ बिल डिटेल्स लेके रखिए. मतलब तो बोला ना, या तो अपने पास 2 ऑप्शन है, या तो हम कबूल कर दे, मतलब बोलते ना हम लोग एक्सेप्ट कर ले, या तो हम ये मतलब बोलते ना इतना इजीली तो पकड़ेंगे नहीं. बिल्कुल बहुत सही लगा. എന്തായാലും തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് അവര് വിശ്വസിച്ചു. അല്ല ജോർജ് കുട്ടി? नहीं, कुछ तो और भी होगा. अभी छोटी बच्ची को नहीं पूछे है ना, उनको भी पूछेंगे. ഞാൻ കണ്ടെന്ന്
പറയുന്നത് സത്യമാണ് സാറേ. ആ ജോർജ് കുട്ടി എടുത്തിട്ടൊന്ന് പെരുമാറിയാൽ എല്ലാം പുറത്തു വരും. अरे रे 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 रे, वो तो अभी अगर हम लोग उसको मारेंगे तो वो सच बोलेगा. തെളിവുണ്ടാക്കിയിട്ട് പറയുന്നതല്ലേ സാർ നല്ലത്. നമ്മൾ പറഞ്ഞത് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടാവോ? അറിയില്ല മോളെ. പോലീസുകാർ ഇനിയും വരുമോ അച്ഛാ? വരും മോളെ. അയാളുടെ പേരെന്താണെന്ന് പറഞ്ഞ്? ജോർജ് കുട്ടി. അയാൾ ഓടിച്ചിരുന്ന വണ്ടി എന്റെ മകന്റെ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്പർ ഓർമ്മയില്ല മാഡം, പക്ഷെ അതൊരു മഞ്ഞ മാരുതി സെൻ ആയിരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഓടിച്ചത് ഈ ജോർജ് കുട്ടി തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? യെസ് സർ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ 2-3 തീയതികളിൽ അവർ തൊടുപുഴയായിരുന്നു എന്നാണല്ലോ അവർ പറയുന്നത്. അതവര് കള്ളം പറഞ്ഞായിരിക്കും സാർ. അതിനുള്ള തെളിവുകളും അവർ കാണിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ചില ഹോട്ടൽ ബില്ലുകളും ബസ് ടിക്കറ്റും അയാൾ കാണിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം നമുക്കറിയില്ല സാർ. ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു സാധാരണ ഗ്രാമീണനാണ് അയാൾ. അയാൾ ഉണ്ടാക്കുന്ന ये छोड़ेगी नहीं इतना आसानी से. खुद पुलिस वाले അയാളുടെ ഭാര്യയും തെളിവുകളും ഒക്കെ നാളെ ഇവിടെ എത്തണം. പ്രോട്ടോകോൾ നോക്കണ്ട. अच्छा कल अभी इसको पुलिस स्टेशन बुला रहे सबको. സോമ ഇതെന്താ രാവിലെ? നമ്മുടെ ജോർജ് കുട്ടിയെ കുടുംബത്തെ പോലീസ് വിളിച്ചോണ്ട് പോയി. अच्छा अलग अलग रूम में सबको वही वो कंफर्मेशन चार करेगा एजेंट को कि अलग अलग रूम में रखा. हाँ कि क्या है क्या नहीं एंड ऑल. രാവിലെ 5:30 മണിക്കുള്ള പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ആ ബസ്സിന്റെ ടിക്കറ്റ് എന്താ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്? ജോർജ് കുട്ടിയുടെ ഒരു സുഹൃത്തിന്റെ ബസ്സായിരുന്നു. ഏതാണ്ട് 8:30 മണി കഴിഞ്ഞു. ഞങ്ങള് ചെന്നപ്പോഴേക്ക് ധ്യാനം തുടങ്ങിയിരുന്നു. 8:30 കഴിഞ്ഞാണ് ഞങ്ങൾ എത്തിയപ്പോ ധ്യാനം തുടങ്ങിയിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ധ്യാന സ്ഥലത്തെത്തിയത്? എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പറഞ്ഞാലും കുഴപ്പമാണ്. ഉദാഹരണത്തിന് സമയം. ഞാനും അമ്മയെ കൃത്യമായ सब एक्सप्लेन करके रखे हैं. हाँ वही बोलना है. സമയം അറിയണം. बोले कि वो लोग तुमको ऑप्शंस देंगे बट तुमको उस पे ही स्टिक रहना है. ധ്യാനം തുടങ്ങിയിരുന്നു. മോള് ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് എത്ര സമയം കഴിഞ്ഞിട്ടാ ധ്യാനം തുടങ്ങിയത്? പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ധ്യാനം തുടങ്ങിയായിരുന്നു. പക്ഷേ മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അവിടെ എത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ധ്യാനം തുടങ്ങിയതെന്നാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പല കള്ളങ്ങളും പറയും. अच्छा सब कुछ बोल के रखा है देखो. നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. ഇല്ല, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ധ്യാനം തുടങ്ങിയായിരുന്നു. ये कौन है? ये उसके मॉम डैड. എന്താ സുലൈമാനെ പ്രശ്നം? ഇവരാച്ചോട്ട് അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് പോകണമല്ലോ. ഇപ്പൊ ആരെ അകത്തോട്ട് കയറ്റി വിടത്തില്ല. ജോർജ് കുട്ടിയുടെ അച്ഛനും അമ്മയത് ഇവരാരാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനെയാ? എന്റെ മരുമോനെ പിടിച്ചത് ആദ്യം വെച്ചിരിക്കുകയാണ്. മാറിനെ കയറ്റി പിടിച്ചാൽ മാറിനെ നേരല്ലേ പറഞ്ഞേ? കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന്. ओ बाबा अभी अभी वो मतलब बोलते हैं ना वो इतना डर गए सब लोग. बट एक बात है कि चलो अभी उन लोग को साथ स्ट्रांग रहना पड़ेगा क्योंकि अगर कुछ किसी के मुंह से भी थोड़ा सा निकल गया ना तो पुलिस लोग पकड़ लेंगे. पता वही चल बात जाएगा. पे अटल रहेंगे. मगर अभी उन्होंने बता के रखा है, सबको एक ही स्टेटमेंट दे रहा है. कोई कितनी बार अलट पलट के पूछे मगर वही बोलना है. वही बोलना है. हाँ अभी अभी छोटी बच्ची को अभी पूछ रहे हैं. अभी वो बच्ची क्या बताती है वो देखना पड़ेगा. वो से वो ट्रिकी हाँ. सवाल पूछा हाँ. कि तुम्हारे मॉम डैड ने तो ये बोला था जैसे कि इसने ऑलरेडी बोल के रखा था कि दे वो लोग मेरा नाम भी ले गए ना कि मॉम डैड ने तो तू तेरे इसमें स्टिक रहना कि नो हम लोग तो यही जगह पे इतने बजे पहुंच के शुरू हो गया था यही बोलना तू. बाबा विल सी मोर गाइस. बहुत इंटरेस्टिंग हो रहा है, मजा भी आ रहा है. हम और आगे देखेंगे. तो तब तक के लिए आप हमारी चैनल देखते रहो. टेक केयर. बाय बाय.